ആത്മവിശ്വാസം ഇല്ലായ്മ. ഒരിക്കൽ ഒരിടത്ത് ഒരു വേടൻ ഉണ്ടായിരുന്നു. അയാൾ ഒരിക്കലും ഒരു പ്രത്യേക സ്ഥലത്ത് തങ്ങിയിരുന്നില്ല. പകരം അയാൾ എല്ലായ്പ്പോഴും പർവ്വത പ്രദേശങ്ങളിലൂടെയും സമതലങ്ങളിലൂടെയും വനങ്ങളിലൂടെയും കാടുകളിലൂടെയും അലഞ്ഞു നടക്കുക പതിവായിരുന്നു. കടൽ തീരത്തുകൂടിയും അയാൾ ചുറ്റിത്തിരിയാറുണ്ടായിരുന്നു. ഭക്ഷണത്തിനായി ഒരു പക്ഷിയെയോ മൃഗത്തെയോ അയാൾ ഇഷ്ടപ്പെട്ടിരുന്നു. ചിലപ്പോൾ അയാൾ വല വിരിച്ച് തത്തകളെയോ കുരുവികളെയോ വിൽക്കുന്നതിനു വേണ്ടി കെണിയിൽപ്പെടുത്തി പിടിക്കുമായിരുന്നു. സമൃദ്ധമായി ഭക്ഷണം കഴിക്കുക മാത്രമായിരുന്നു അയാളുടെ ജീവിതത്തിലെ ഒരേയൊരു ആഗ്രഹം. ഒരിക്കൽ വേടൻ ഒരു നദീതീരത്തുകൂടി അലഞ്ഞു തിരിയുകയായിരുന്നു. അപ്പോൾ ഒരു പക്ഷി ഒരു മരക്കൊമ്പിലിരിക്കുന്നത് അയാൾ കണ്ടു. അസ്ത്രം അതിൻ്റെ നേരെ ഉന്നം വയ്ക്കുമ്പോൾ അത് കാഷ്ടിച്ചു. പക്ഷിയുടെ കാഷ്ടം മഞ്ഞ തീനാളം പോലെ തിളങ്ങുന്നത് അയാൾ കണ്ടു. ആ കാഴ്ച കണ്ട് അയാൾ സ്തബ്ധനായി പോയി. പക്ഷിയെ എയ്തിടുന്നതിൽ നിന്നും പിൻവലിഞ്ഞിട്ട് അയാൾ ആ കാഷ്ടത്തെ സമീപിച്ചു. ആ കാഷ്ടത്തെ തൊട്ടുനോക്കി. അത് ശുദ്ധമായ സ്വർണമാണെന്ന് അയാൾ കണ്ടു. അയാൾക്ക് അയാളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കൂടുതൽ സമയം കളയാതെ തുണിസഞ്ചിയിൽ നിന്നും വേടൻ ഒരു കുരുക്കെടുത്ത് ആ പക്ഷിയെ ജീവനോടെ പിടിച്ചെടുത്തു. അതിനെ ഒരു കൂട്ടിലാക്കിക്കൊണ്ട് അയാൾ പട്ടണത്തിലേക്ക് നടന്നു. പക്ഷിയെ വിൽക്കുമ്പോൾ ഉണ്ടാകാവുന്ന വലിയ സമ്പത്തിനെ കുറിച്ച് അയാൾ സ്വപ്നം കണ്ടു. അതിനെ കൊട്ടാരത്തിൽ വിൽക്കണമെന്ന് അയാൾ തീരുമാനിച്ചു. കൊട്ടാരത്തിൽ രാജാവിന് വളരെ വിചിത്ര സ്വഭാവക്കാരനായ ഒരു മന്ത്രിയാണ് ഉണ്ടായിരുന്നത്. ഒന്നിനും അയാൾക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. പലപ്പോഴും മണ്ടൻ തീരുമാനങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും രാജ്യത്തിലെ ജനങ്ങളെയും രാജാവിനെ തന്നെയും അയാൾ വഴി തെറ്റിച്ചിട്ടുണ്ട്. വേടൻ നേരെ രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, പ്രഭു, നാടോടിയായ ഒരു വേടനാണ് ഞാൻ. അങ്ങേക്ക് വേണ്ടി എന്റേതായ ഒരു വിനീത സമ്മാനമുണ്ട്. അവിടുന്ന് അത് എന്നിൽ നിന്നും സ്വീകരിച്ചാലും. ഇത് അവിടുത്തെ വിനയാന്വിതനും നിസ്സാരനുമായ പ്രജയുടെ അപേക്ഷയാണ്. രാജാവ് ചോദിച്ചു, എനിക്ക് വേണ്ടി കാഴ്ചവയ്ക്കുവാൻ എന്താണ് താങ്കൾ കൊണ്ടുവന്നിട്ടുള്ളത്? ചില സവിശേഷമായ കഴിവുകളോട് കൂടിയ ഒരു പക്ഷിയെ. വേടൻ പറഞ്ഞു, അതെന്താണ്? രാജാവ് വീണ്ടും ചോദിച്ചു. അല്ലയോ പ്രഭു, ഞാൻ എന്നോടൊപ്പം ഒരു പക്ഷിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് സ്വർണകാഷ്ടം വിസർജിക്കുവാൻ കഴിയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് വേടൻ കൂട് തറയിൽ വച്ചു. രാജാവ് ആ കാഴ്ച വസ്തു സ്വീകരിച്ചുകൊണ്ട് വേടന് ധാരാളം സമ്പത്ത് നൽകി. വളരെ സന്തോഷവാനായ അയാൾ മടങ്ങിപ്പോയി. വേടന്റെ വാക്കുകളിൽ മന്ത്രിക്ക് ഒട്ടും തന്നെ ആത്മവിശ്വാസം
ഉണ്ടായില്ല. അയാൾ രാജാവിനോട് പറഞ്ഞു, അല്ലയോ പ്രഭോ, അതിനെന്തിനെ ആ അപരിഷ്കൃതനെ വിശ്വസിക്കണം? ഒരു പക്ഷിക്ക് ഒരിക്കലും സ്വർണം വിസർജിക്കുവാൻ കഴിയുകയില്ല. ഇത് തികച്ചും അസംബന്ധമാണ്. മന്ത്രിയുടെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് രാജാവ് പക്ഷിയെ തുറന്നുവിട്ടു. കൂട്ടിൽ നിന്നും രക്ഷപ്പെട്ട പക്ഷി പറന്നു ചെന്ന് അടുത്തുള്ള ഒരു വൃക്ഷക്കൊമ്പിന്മേൽ ഇരുന്നു. രാജാവും മന്ത്രിയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പക്ഷി കാഷ്ടിച്ചു. കാഷ്ടം ശുദ്ധമായ സ്വർണമാണെന്ന് കണ്ട് അവർ ആശ്ചര്യപ്പെട്ടുപോയി. അത്യധികമായ നിരാശയോടെ അവർ പരസ്പരം നോക്കി. മന്ത്രിയുടെ വാക്കുകൾക്കനുസരിച്ച് പ്രവർത്തിച്ചതിന് രാജാവ് സ്വയം പഴിച്ചു. ശുഭം.